2 മാസമായിട്ട് ഒരു സെയിലും ഇല്ല. നമ്മുടെ വിചാരം ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സെയില് വരും എന്നുള്ളതായിരുന്നു. മാർക്കറ്റ് പ്ലേസസ് ഒരു വൻ പരാജയമായിരുന്നു. നമുക്ക് ഈ ഡിസൈനിങ്ങും ഇതൊന്നും നമുക്കറിയില്ല, മാർക്കറ്റിംഗ് നമുക്കറിയില്ല. നമ്മൾക്ക് ഡോക്ടേഴ്സ് ആണല്ലോ. അപ്പം ആസ് ഡോക്ടേഴ്സ് നമുക്ക് ആകെ അറിയാവുന്നത് ഫാർമ ചാനൽസ് ആണ്. പയ്യെ മൊമെന്റം വന്നു തുടങ്ങി. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലോട്ട് സെയിൽ ആകുന്നില്ല. അത് മാത്രമല്ല നമുക്ക് ഉദ്ദേശിച്ച രീതിയിലോട്ട് ബ്രാൻഡിങ്ങും വരുന്നില്ല. നമ്മൾ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, പക്ഷെ ബ്രാൻഡിങ് ഇല്ല എന്നുള്ള ആളുകൾ അറിയുന്നില്ല. എല്ലാ ഓൺട്രപ്രണറും ഏറ്റവും ആദ്യം അഭിമുഖീകരിക്കുന്ന സെയിം പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കി. ഇതിനെ ഒരു ബ്രാൻഡിലോട്ട് നമുക്ക് എത്തിക്കണം എന്ന് മനസ്സിലായിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് കൊണ്ടുവന്നു. സോഷ്യൽ മീഡിയയിൽ നമ്മൾ നന്നായിട്ട് ആക്റ്റീവായി തുടങ്ങി. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ ഇതിലൊക്കെ ലിസ്റ്റ് ചെയ്ത് തുടങ്ങി. നമ്മുടെ വിചാരം ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സെയില് വരും എന്നുള്ളതായിരുന്നു. കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന എല്ലാ കപ്പും ഒറ്റയടിക്ക് തീരും എന്നുള്ളതായിരുന്നു നമ്മുടെ വിചാരം. പക്ഷെ അതൊന്നും മാർക്കറ്റ് പ്ലേസസ് ഒരു വൻ പരാജയമായിരുന്നു. നമ്മൾ ഒരു 2 മാസമൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കിയെങ്കിലും 0 സെയിൽസ്. 2 മാസമായിട്ട് ഒരു സെയിലും ഇല്ല. നമ്മൾ ഫസ്റ്റ് പേജിൽ വിസിബിൾ അല്ല, സെക്കൻഡ് പേജിൽ വിസിബിൾ അല്ല, തേർഡ് പേജിൽ വിസിബിൾ അല്ല. വിസിബിലിറ്റി ഒട്ടുമില്ല. റേറ്റിംഗ്സും റിവ്യൂസും ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല. മാർക്കറ്റ് പ്ലേസിനെ കുറിച്ച് പഠിച്ചു. വെബ്സൈറ്റിൽ തന്നെ SEO എന്താണെന്ന് പഠിച്ചു. കീവേഡ്സ് എങ്ങനെ അപ്ലൈ ചെയ്യണം, ആഡ്സ് എങ്ങനെ റൺ ചെയ്യണം, മാർക്കറ്റിംഗ് കുറേ നമ്മൾ റിസർച്ച് ചെയ്തിട്ട് എല്ലാം സ്വന്തമായിട്ട് പഠിക്കേണ്ടി വന്നു. അപ്പോൾ എംപ്ലോയീസ് ഒക്കെ കുറച്ച് ഫ്രഷേഴ്സിനെയാണ് നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ അവരും പഠിച്ചു, നമ്മളും പഠിച്ചു. എന്നിട്ട് പയ്യെ ഡെവലപ്പ് ചെയ്ത് വന്നു. എന്നിട്ടൊരു 4 months ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 30 cups പെർ ഡേ എന്നുള്ള രീതിയിൽ 3 മാസം കൊണ്ട് ഒരു ദിവസം 30 കപ്പ് എന്നുള്ള രീതിയിലേക്ക് എത്തി.